ദമാക് ഐലൻഡ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും നിങ്ങളോട് പറയുന്നുണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പം നമ്മൾ ദമാക് ഐലൻഡ് എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2.2 മില്യൺ ആണ്. ഇനി 2200 സ്ക്വയർ ഫീറ്റിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന 4 ബെഡ്റൂമിന്റെ കഥയാണ് ഞാൻ ഇപ്പോൾ പറയണം. ഓക്കെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഓക്കെ, ഇനി അത് അപ് ടു 2.6 മില്യൺ വരെ പോകും. അപ്പോഴും സ്ക്വയർ ഫീറ്റ് എത്രയാണ്? 2200 സ്ക്വയർ ഫീറ്റ്. ഇനി അത് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1181 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് ആണ്. ഇനി നമുക്ക് റെഡി ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെ കുറിച്ചൊന്ന് നോക്കിയാൽ അവിടുത്തെ നഷാമയിൽ 1505 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് ആണ് പോകുന്നത്. സോ 1181 കയറിയാലും എന്താണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, 400 നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ചെറിയ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ 1451 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ്. അപ്പോഴും നമുക്ക് എന്താക്കാൻ ഉണ്ടാക്കാൻ പറ്റും? 300 പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ദമാക്കിൽ ഹിൽസ് 1 1800 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ്. അപ്പോഴും നമുക്ക് 700 ദിർഹംസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ലഗൂൺസിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 1800 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് ആണ്. അവിടെ നമുക്ക് 700 പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. തിലാൽ ഗൾഫിൽ നോക്കി കഴിഞ്ഞാൽ 2042 ആണ്. അവിടെ നമുക്ക് എന്താണ് അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും, 800 ദിർഹംസോളം ഉണ്ടാക്കാൻ പറ്റും. സോ ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാവരും പറഞ്ഞു തരുന്നത്. ഓക്കെ.